ഒട്ടും പ്രതീക്ഷിക്കാതെ തുടങ്ങിയൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മൾ ഇന്ന് വീഡിയോ എടുക്കാനേ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് ലോങ് വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഷോർട്സ് ഇങ്ങനെ എടുത്ത് നടക്കുകയെന്നേ പ്ലാന് നീനുട്ടി ഇങ്ങനെ ഒരു വൈകുന്നേരം സമയം ഉണ്ടല്ലോ, ഒരു 5-5:30 ആയിട്ടുണ്ട് കേട്ടോ. നീനു വിളിച്ചിട്ട് പറഞ്ഞത് നോക്കും, നാളെയാണ് ഇത്ര ഓണപരിപാടിക്കുള്ള ഡ്രസ്സും കൊണ്ട് വേഗം വരണത്. ഞാൻ ശീല വാങ്ങിയിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്നാണ് ഓണപരിപാടി എന്നറിയാത്തത് കൊണ്ട് ഇങ്ങനെ നിൽക്കുകയെന്നു. അതിൻ്റെ ഇടയ്ക്കോൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ പിന്നെ ഓളെ വന്ന് കൊണ്ടുപോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ പെട്ടെന്നായിപ്പോയി. നാളെയാണ് ഇമ്മച്ചി എങ്ങനെയെങ്കിലും കൊണ്ടുവരുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഓള് വിളിച്ചത്. പിന്നെ മാല വേണം, വെള്ള വേണം എന്ന് പറഞ്ഞിട്ടൊരു വലിയ ലിസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണുണ്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഡ്രസ്സ്. മുകളിൽ ഇങ്ങനെ നമ്മുടെ മദ്രാസി ചെക്കൊക്കെ വെച്ച്, താഴെ പിന്നെ ഓണല്ലേ, ഓണാകുമ്പോൾ നമ്മൾ ആ ഒരു ഞൊറിവൊക്കെ വെച്ച കസവിൻ്റെ ക്ലോത്തും ആണല്ലോ. അത് വിചാരിച്ച് ഞാൻ അങ്ങനെ താഴേക്ക് ഒരു വൈറ്റ്, ഒരു ഓഫ് വൈറ്റിലെ ക്ലോത്തും വാങ്ങി അടിഭാഗത്ത് നമ്മുടെ ഈ ഒരു മദ്രാസി ചെക്കിൻ്റെ ക്ലോത്തൊക്കെ വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിൽ ഒരു കെട്ട് വേണം, അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് നിബന്ധനകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ അതാ വലിയൊരു ലോങ് ടോപ്പ് ആക്കിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ പാക്ക് ചെയ്തു. പിന്നെ വേഗം ഇതും ഒക്കെ റെഡി ആവുന്നുണ്ട് കേട്ടോ. എല്ലാ ഓണത്തിനും അധികവും നമ്മൾ പട്ടുപാവാട അല്ലെങ്കിൽ സാരിയോ പിന്നെ ധാവണി അങ്ങനെ ഇങ്ങനെയല്ലേ ഉണ്ടാവും. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ കരുതി ഒന്ന് ജസ്റ്റ് ഒന്ന് ലോങ് ടോപ്പ് ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സ്റ്റിച്ചിങ് ചാനലിൽ ഇട്ടിട്ടില്ല. തിങ്കളാഴ്ച ഇടണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എഡിറ്റിങ്ങിലാണ് എഡിറ്റ് ചെയ്ത് കൊടുക്കണുള്ളൂ കേട്ടോ. അതിനും എഡിറ്റ് ചെയ്യാനല്ല, അതിനൊരു ടൈമും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇങ്ങനെ പെട്ടെന്ന് ഡെയിലി വ്ളോഗ് ആയതുകൊണ്ട് ഞാൻ വേഗം അങ്ങനെ അപ്ലോഡ് ആക്കുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ വേഗത കോഴിക്കോട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതൊന്നും കണ്ണടൻ്റെ മുന്നിൽ നിന്ന് മാറുന്ന ഗ്യാപ്പിൽ ഞാൻ കയറിയിട്ട് ജസ്റ്റ് ക്രീമും കാര്യങ്ങളൊക്കെ ഇടുകയാണ് കേട്ടോ. ഒന്ന് എവിടേക്ക് പോവുകയാണെങ്കിലും ചമഞ്ഞ് പോകണമല്ലോ, നമ്മൾ നമ്മുടേതായിട്ടുള്ള വൃത്തിക്ക് പിടിപ്പിൽ പോകണ്ടേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് റെഡി ആവുകയാണ്. പിന്നെ ഈ റെഡ് ഡ്രസ്സ് ആയാലും വരെ തൂങ്ങി കിടക്കണമെന്നുണ്ടായിരുന്നു. നമ്മൾ നാളെ കല്യാണത്തിന് പോയിട്ട് അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതന്നെ ഇടാമെന്ന് വിചാരിച്ചു. എനിക്കുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു ഡ്രസ്സ് പുറത്ത് നമ്മൾ ഒക്കെങ്കിലും പോയി ഇട്ടുകയാണെങ്കിൽ അത് തിരുമ്പുന്നവരെ പിന്നെ ആ ഡ്രസ്സിൻ്റെ കേട്ടോ. പിന്നെ അത് അലക്കി ഇസ്തിരി ഇട്ട് മടക്കി വെക്കണവരെ പിന്നെ ആ ഡ്രസ്സിൻ്റെ ഇട്ടൊക്കെ പോവുകയാണെങ്കിൽ, ഇനിയിപ്പോൾ നമ്മൾ ടൗണിൽ അങ്ങാടിക്ക് പോയിട്ട് സാധനം വാങ്ങാൻ പീടിയേക്ക് പോവുകയാണെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പരിപാടിക്ക് പോവുകയാണെങ്കിലും ഒക്കെ അതന്നെ ആയിരിക്കും. ഞാൻ പിന്നെ അതങ്ങനെ ഇടും. എൻ്റെ അമ്മക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ അത്. എപ്പോഴും പിന്നെ അത് കണ്ട് മടുക്കുന്നതാണ് എപ്പോഴും ഉമ്മ പറയാറുള്ളത് കേട്ടോ. പക്ഷേ അതെന്താ അറിയില്ല, ഇനി ഇതങ്ങോട്ട് അലക്കി എടുത്ത് വെച്ചിട്ട് പുതിയത് അങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം എന്നൊക്കെ അങ്ങനെയാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ റെഡിയായി. ചെറിയ രീതിയിലൊന്നും ഇടേണ്ടി, കമ്മല് വാച്ച് മാല ഒന്നും ഇടുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒരു ക്രീമും കാര്യങ്ങളും ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡൊക്കെ റെഡിയായി ഇറങ്ങി കേട്ടോ. ഇതുമ്പോൾ പിന്നെ ഒരു ജീൻസും ടോപ്പും മതി എന്നും പറഞ്ഞു. പിന്നെ കയ്യിലൊരു ബുക്കൊക്കെ പിടിക്കുന്നുണ്ട്. നാളെയും കൂടി എക്സാം ഉണ്ട്. എക്സാം കഴിഞ്ഞതിന് മുന്നത്തെ ഒരു ദിവസമാണ് ഇട്ടത്. അപ്പോൾ ഓവറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബുക്കൊക്കെ എടുത്തിട്ടുണ്ട് പഠിക്കാൻ. എവിടെ പഠിക്കാനാണ്, വണ്ടിയിൽ നിന്ന് പഠിക്കുമോ ഇല്ല, എന്നാലും അത് വെറുതെ നമ്മൾ ഓവറാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ. എന്തായാലും അത് എടുത്തിട്ടുണ്ട്. എടുക്കേണ്ടെന്നിങ്ങനെ ഞാൻ പറഞ്ഞപ്പം എല്ലാതും കൈ പിടിക്കും എന്ന് പറഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ. അവൾ ഞാൻ ഇന്ന് ബാക്കിലാണെന്ന് പറഞ്ഞു അവൾ ബാക്കിൽ കയറിയിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അധികമുള്ള മുൻഭാഗത്ത് ഇപ്പച്ചിൻ്റെ അടുത്തേക്കാരോളി ഇരിക്കുക കേട്ടോ. പിന്നെ ഞാൻ ബാക്കിലാണ്, ബുക്കൊക്കെ ഉണ്ട്, ഞാൻ പഠിച്ചുകൊണ്ടാണ് പോണത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ബാക്കിലൊക്കെ കയറിയിരിപ്പുണ്ട്. പിന്നെ ഞങ്ങൾ ഇറങ്ങേണ്ട സമയം നല്ല ലേറ്റ് ആയിട്ടുണ്ട്. ഒരു 6 മണി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പം ഓള് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമാണ് നമ്മളോട് പറഞ്ഞത് കേട്ടോ, നാളെയാണ് ഓണപ്പരിപാടി, ഇമ്മച്ചിയോ വരുമോ എന്ന് ചോദിച്ചിട്ട് എന്താ ഇപ്പം ചെയ്യാം. അപ്പം ഞങ്ങളിങ്ങനെ ഇറങ്ങി. പിന്നെ ഏതായാലും തുത്തൂൻ്റെ അടുത്തേക്കൊക്കെ ഒന്ന് പോവാം അങ്ങനെ വിചാരിച്ചിട്ട്. ഒന്നാമത് അവൾ വളയും മാലയൊക്കെ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ വലിയ കമ്മൽ വലിയ മാലയൊക്കെ വേണ്ട. അപ്പം ഞാൻ കരുതി തുത്തൂൻ്റെ അടുത്ത് ഒരുപാട് അതിൻ്റെ കളക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് അവിടെ നിന്ന് ഒന്ന് ഇസ്കിയിട്ട് നമുക്കത് കൊണ്ടുപോയി കൊടുക്കാമെന്ന് കരുതി. പോകുന്ന വഴിക്ക് മക്കൾക്ക് തുത്തുന്ന മക്കൾ കാണാൻ അവിടേക്കല്ലേ പോണത്. പിന്നെ നീനുട്ടിനെയും ഒക്കെ അല്ലേ കാണാൻ പോകണം. അപ്പോൾ എന്തെങ്കിലും ഒന്ന് വാങ്ങാമെന്ന് കരുതി നമ്മുടെ മമതയിൽ ഇറങ്ങി. അപ്പോൾ ഇതുമൂന്ന് കയ്യിലായിരുന്നു ഫോണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കുരുത്തക്കേട് പിടിച്ച വീഡിയോസൊക്കെ ആയിട്ടോട് ഇടുക. ഒക്കെ ഇഷ്ടപ്പെട്ട ഡയറി മിൽക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ റെയിനുട്ടനും ആര്യനും തുത്തുന്ന മക്കൾക്കൊക്കെ 3 ആക്കും, അതായത് ഇതുമൂന്നും അങ്ങനെ 3 ആക്കും കൂടി ഓരോ ഡയറി മിൽക്ക് വാങ്ങി. പിന്നെ കുറച്ച് ലേസും ജ്യൂസൊക്കെ ഫ്രൂട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് കുറേ ലേസും കാര്യങ്ങളൊക്കെ അതാണ്ടോ അതിങ്ങനെ തപ്പിയിട്ട് അവിടെ നിന്ന് കുറച്ച് ലേസും വാങ്ങി. പിന്നെ നീനുവിന് എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന്, ഞാനാണെങ്കിൽ നമ്മൾ സാധാ ചോറാട്ടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അത് നീനുട്ടിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ചോറ് എന്തെങ്കിലും നെയ്ച്ചോറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കൊണ്ടുപോയാൽ മതി. പിന്നെ പക്ഷേ നമ്മളിന്ന് വെച്ചിട്ടുണ്ടായിരുന്ന സാധാ ചോറിന്നും അതൊക്കെ അങ്ങനെ കഴിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത് ഞാൻ എടുക്കണ്ട, ഞാൻ ചോദിച്ചു നോക്കുമോ ചോറ് കൊണ്ടുവരണോ അമ്മച്ചിന്ന് ചോദിച്ചപ്പം
പിന്നെ വേണ്ട എനിക്ക് ചോറ് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്ക് എന്തെങ്കിലും ഇതുപോലത്തെ പത്തിരിയോ ഇറച്ചിപ്പത്തിരിയോ സംഭവം എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് ഇതൊക്കെ എൻ്റെ ഇതുമ്മൂൻ്റെ വീഡിയോ എടുക്കലാട്ടോ, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അവിടുന്ന് ഇറച്ചിപ്പത്തിരിയും ഒരു 2-3 സമൂസയൊക്കെ വാങ്ങിയിട്ട് പാക്ക് ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ ഒക്കെ കൂടെ ചെറിയൊരു കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഈ തുത്തൂന് സുജിക്കൊക്കെ നമ്മൾ ഇവിടുത്തെ അരീക്കോടത്തെ മമതയത്തെ ശർക്കര ഉപ്പേരി ഭയങ്കര ഇഷ്ടമാട്ടോ. അവിടെ കോഴിക്കോടത്തെ ശർക്കര ഉപ്പേരിക്ക് വരെ ഇത്ര ടേസ്റ്റ് ഇല്ല എന്ന് അവൾ പറയില്ല. അപ്പം ഞാൻ അതും കുറച്ച് വാങ്ങി. അങ്ങനെ മൊത്തത്തിലൊക്കെ കൂടെ വാങ്ങിയിട്ടിതാ ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിച്ചു. പിന്നെ അപ്പോൾ ഞാൻ നീനൂട്ടിക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഓൾ ഡ്യൂട്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരെ ഈ തുത്തൂൻ്റെ അടുക്ക് ഓളോട് ഞാൻ പോകാൻ പറഞ്ഞാൽ മതി. പക്ഷേ തുത്തു അവിടെ ഇല്ല. ഓളൊന്ന് മക്കളെ സ്കൂൾ പൂട്ടിയിട്ടുണ്ട്. അപ്പം സ്കൂൾ പൂട്ടിയ ഒരു സന്തോഷത്തിൽ മക്കളെ മാത്രം കൊണ്ടുപോയിട്ട് എന്താ സ്പൈഡർമാൻ്റെ ഫിലിം ഓൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, സ്പൈഡർമാൻ്റെ ഫിലിം കാണിച്ചു തരാമെന്ന്. അപ്പോൾ അതിന് കൊണ്ടുപോയിക്കാണ്. അപ്പോൾ അവിടുന്ന് വേണമെങ്കിലും 8 മണിയാവും. അപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോൾ തുത്തുവിനെ വിളിച്ചപ്പോൾ തുത്തു പറഞ്ഞു ഈ അവിടെ എത്തുമ്പോക്കിന് ഞാൻ വീട്ടിലെത്തും, അവിടെ ചെന്നുകൂടുന്നു. പിന്നെ ഇവിടെ എത്തിയിട്ട് ഇപ്പോൾ ഞാൻ തുത്തുവിൻ്റെ വീട്ടിലെത്തിയിട്ട് ഓക്ക് തുത്തുവിന് വിളിച്ചപ്പം ഓള് ഇതുവരെ എത്തിയിട്ടില്ല. അവിടുന്ന് ഗോകുലമാളിലാണ്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഈ വീട്ടിൽ കയറിയിരുന്നോ അപ്പോൾ ഞാൻ എത്തുന്നതാണ്. അങ്ങനെ ഇതും ബെല്ലടിച്ച് തുത്തുവിൻ്റെ മമ്മി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ഞങ്ങൾ അവിടെ കയറിയിരുന്ന് ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് എന്നതാ തുത്തും മക്കളൊക്കെ വന്നു കേട്ടോ. അവിടെ മമ്മി ഉണ്ടായിരുന്നുണ്ട്, തുത്തുവിൻ്റെ മമ്മി ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ മുൻഭാഗത്തിനകത്തേക്കൊന്നും കയറിയിട്ടില്ല, ആ ഗ്യാപ്പേ ഉള്ളൂ. അപ്പോൾ എന്നോട് വന്നു കേട്ടോ. പിന്നെ മക്കളുടെ ഫിലിമൊക്കെ കണ്ട ഒരു സന്തോഷത്തിലാണ്. കാരണം സ്പൈഡർമാൻ മക്കൾക്കൊക്കെ കാണാൻ പറ്റിയ ഫിലിമാണല്ലോ. തുത്തു കണ്ടിട്ടില്ല, തുത്തു കാണാൻ കയറിയില്ലേ. പിന്നെ ഓള് പുറത്തിരുന്നു. ഓളും പിന്നെ ഈ ഇവലെ ഫ്രണ്ട്, അതായത് റെയിനുൻ്റെ ആര്യൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു അത്ര. അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ ഉണ്ടായിരുന്നു ഒപ്പം. അപ്പം തുത്തും ഇവിടെ പുറത്ത് ഓല് ഗോകുലമാള് മൊത്തത്തിൽ കറങ്ങി ഇവലെ 3 ആളെയും തിയേറ്ററിലൊക്കെ കയറ്റിയിട്ട് സെറ്റാക്കിയതിന് ശേഷം ഓല് ആ ഗോകുലമാളിലൊക്കെ ചുറ്റിപ്പറ്റി നടക്കുന്നു. ഓൽക്ക് ഇതിനെ കാണാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നല്ലോ. ഒന്ന് സ്പൈഡർമാൻ അല്ലേ, നമുക്കൊന്നും വലിയതായിട്ട് അങ്ങോട്ട് തലക്ക് കയറില്ലല്ലോ. അങ്ങനെ ഓള് പിന്നെ വന്ന പാടെ തന്നെ പിന്നെ ഗൃഹനാഥല്ലേ ഓള് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓടിപ്പോയിട്ടോ. അതിനിടയ്ക്ക് മമ്മി ഇങ്ങനെ ചോദിക്കണ്ടായിരുന്നു ചായ വേണ്ടതെന്ന്. ഞാൻ പറഞ്ഞോള് വരട്ടെ, ഓള് വന്നിട്ട് മതി എന്നാണ്. അങ്ങനെ വിശേഷം പറഞ്ഞുകൊണ്ടാണ് ചായയൊക്കെ ഉണ്ടാക്കുന്നത്. മക്കളൊക്കെ ഇതുമൂന്നെ കണ്ട സന്തോഷത്തിലാണ് കേട്ടോ. സംസാരിച്ചിട്ട് ഓല് ഞാൻ വാങ്ങിയ ലേസും പിന്നെ ഡയറി മിൽക്കും ഒക്കെ കവർന്നെടുക്കലും തിന്നലും അങ്ങനെയൊക്കെ ഓരോ ഇതിലാണ്. തൊത്തുതാ പാലൊക്കെ ഒഴിച്ച് നല്ല ചായ ഉണ്ടാക്കാൻ വേണ്ടി റെഡി ആവുകയാണ് കേട്ടോ. ഓരോരോ വിശേഷങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് പിന്നെ വർത്താനം തീരൂല കേട്ടോ. അത് ജസ്റ്റ് ഞങ്ങൾ വീഡിയോ കോൾ ചെയ്യുകയാണെങ്കിലും ഫോൺ വിളിക്കുകയാണെങ്കിലും നേര് കാണുകയാണെങ്കിലും വർത്താനം പറഞ്ഞു കിട്ടാൻ തീരാത്തതുകൊണ്ട് അവസാനം ഫോണൊക്കെ ഞങ്ങൾ കട്ടാക്കി വെക്കല്ല താത്താന്ന് പറഞ്ഞിട്ടാണ് കട്ട് ചെയ്യല കേട്ടോ. അല്ലാതെ വർത്താനം പറഞ്ഞിട്ട് കട്ട് ചെയ്യലല്ല. അപ്പം ഏതായാലും ഓൾ ചായ അടിപൊളിയായിട്ട് ഉണ്ടാക്കി. പിന്നെ ഓൾ നല്ല രീതിയിൽ മെലിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ഡയറ്റിലാണ്. ഇതിൻ്റെ പോലെ ഒന്നല്ല, അതിൻ്റെ കുടായ്പ് ഒരു വെയിറ്റ് ലോസ് ആണ്. ഓൾ നല്ല രീതിയിൽ തന്നെ വെയിറ്റ് ലോസ് ചലഞ്ചിലാണ്. നല്ല വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. അവൾ തുടങ്ങുമ്പോൾ 96 ഉണ്ടായിരുന്നു ഉള്ളതിപ്പം മക്കളെ 81 നല്ല അടിപൊളിയായിട്ട് മെലിഞ്ഞിട്ടുണ്ട്. സൂപ്പറായിട്ട് ജീൻസും ടോപ്പൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തി കിട്ടും കാണാൻ തന്നെ. അത് ഞാൻ അവളോട് ഇങ്ങനെ പറയേണ്ടത് നല്ല മെലിഞ്ഞിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്, സുന്ദരിയായിക്കണേ മെലിഞ്ഞപ്പോൾ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവളോടൊപ്പോഴും പിന്നെ ഭയങ്കര സന്തോഷം കേട്ടോ. ഓക്ക് കാരണം ഓളങ്ങനെ സ്ഥിരമായിട്ട് കാണുന്നവരാകുമ്പോൾ നമ്മൾ മെലിഞ്ഞത് അങ്ങനെ അറിയില്ലല്ലോ. ഇപ്പം ഞാൻ കുറേ ആയി ഇപ്പോൾ സ്കൂൾ വെക്കേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കാണുന്നത്. വീഡിയോ കോൾ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ മുഖം മാത്രമല്ലേ കാണുള്ളൂ, നമ്മൾ മൊത്തത്തിൽ ശരീരം കാണില്ലല്ലോ. എന്നോട് പിന്നെ എനിക്കൊന്നും മാറ്റമൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു 4-5 കിലോ കുറഞ്ഞ കഴിച്ചാൽ മാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ. ഒരു 10 കിലോനെങ്കിലും കുറഞ്ഞാൽ ആരെങ്കിലും കുറച്ച് മെലിഞ്ഞോ എന്ന് ചോദിക്കുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാനങ്ങനെ അത്രയൊക്കെ തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓളോടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓള് ചെറുതായിട്ട് ഷോർട്സൊക്കെയാണ് ഇപ്പോൾ ഇടാറുള്ളൂ. അപ്പോൾ അതിലിങ്ങനെ അവിടെ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ചായയൊക്കെ കൊണ്ട് ഞങ്ങൾ മേശപ്പുറത്തേക്ക് പോകുന്നു. കുറച്ച് ചക്ക പൊരിച്ചതും പിന്നെ എന്തൊക്കെയോ ഒരു മധുരക്കട്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ മധുരക്കട്ടിയും കാര്യമൊക്കെ കാണുമ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഡയറ്റ് ഇങ്ങോട്ട് മറക്കലാണ് കേട്ടോ. എൻ്റെ ചായ കപ്പിൻ്റെ വലിപ്പം കണ്ടുകൾ നോക്കണ്ട. ഈ കപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടം, അത് ഓക്കെ അറിയാം കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് ഈ ചായ കപ്പിൽ ഒരു ചായ തന്നത്. ഒരു വലിയൊരു കപ്പാണെങ്കിലും കുറച്ച് ചായയാണ് അതിലുള്ളൂ കേട്ടോ. അതിൻ്റെ ആ ഒരു മോഡൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കപ്പിൻ്റെ. അപ്പോൾ അതിൽ എനിക്ക് ഒഴിച്ച് തന്നതാട്ടോ. അങ്ങനെ അത് കുടിച്ച് കുറേ നേരം സംസാരിച്ചിരുന്നപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് പോവല്ലേ നീനൂട്ടിൻ്റെ അടുത്തേക്ക് പോവണ്ടേ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ എന്തിനാ അങ്ങോട്ട് വന്നത്, ഈ ഒരു മാലകൾ നോക്കാൻ. തുത്തൂൻ്റെ അടുത്താണെങ്കിൽ ഇതിൻ്റെ ഒരു ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ.
കാരണം ഓൾ ഓരോ ഓണത്തിനും ഓരോ പരിപാടിക്കൊക്കെ ഇങ്ങനെ ഓരോ ഡ്രസ്സൊക്കെ ഉള്ളത് വാങ്ങും. പിന്നെ ഓളത് ഉപയോഗിക്കുകയും ചെയ്യും കേട്ടോ. ഓൾ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിലും അത് ഉപയോഗിക്കുകയും ചെയ്യും. പക്ഷെ എൻ്റെ മക്കൾ നീനായാലും മോളായാലും ഒന്നും, മോള് പിന്നെയും വലിയ കമ്മലൊക്കെ ഇടും. നീനുട്ടി എത്രത്തോളം ചെറുതൊക്കെ ഇടുള്ളൂ. പിന്നെ അങ്ങനെ എന്തെങ്കിലും ഓണപ്പരിപാടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പെരുന്നാളോ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നീന് വലിയ കമ്മലൊക്കെ ഇടുള്ളൂ കേട്ടോ. അപ്പം തുത്തുൻ്റെ മറ്റേ നമ്മളെ നാഗവള്ളീൻ്റെ നമ്മുടെ മത്സ്യപ്രത്തായത്തെ നാഗവള്ളീൻ്റെ ആഭരണപ്പെട്ടിക്ക് നോക്കണ പോലെയാണ്. കാശിമല, മറ്റേ മല, മർച്ചമല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമ്മലും മാലയൊക്കെ ഉണ്ട്. എനിക്ക് പിന്നെ ഇതിൻ്റെ ഒരു ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വേഗം നീനുട്ടിക്ക് വിളിച്ചു കേട്ടോ. നീനുവിനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഏതതിൽ വേണ്ടത്, ഈ എന്നെ സെലക്ട് ചെയ്തോന്നാ, പിന്നെ നമുക്ക് ടെൻഷനില്ല. ഓളാണെങ്കിൽ ഞാൻ വിളിച്ചു നോക്കുമ്പോൾ നല്ല ഉറക്കാട്ടോ. അപ്പം നീനു ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു നീനുക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് ശരിക്കും തുത്തുൻ്റെ അടുത്ത് വന്നാൽ മതിയെന്നു. പക്ഷേ തുത്തു സിനിമക്ക് പോയതുകൊണ്ട് ഞാൻ ഓളോട് ഹോസ്റ്റലിലേക്ക് തന്നെ പോകാൻ പറഞ്ഞിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്തിട്ട് വേണം ഹോസ്റ്റലിലേക്ക് പോകാൻ. ആ ഒരു സമയത്ത് ഞാൻ ഉമ്മാനും വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നീനും വീഡിയോ കോൾ വെച്ചതിന് ശേഷം കേട്ടോ ഉമ്മാനും വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് പിന്നെ അതൊക്കെ മാലയൊക്കെ സെലക്ട് ചെയ്തു. നീനുട്ടി സെലക്ട് ചെയ്ത് ആ മാലയും കമ്മലൊക്കെ ഇട്ട് ചെറിയൊരു പച്ച കളറിലൊരു മാലയും കമ്മലയും കേട്ടോ സെലക്ട് ചെയ്തത്. അങ്ങനെ അതൊക്കെ പാക്ക് ചെയ്തു. പിന്നെ ഞങ്ങൾ ഇപ്പം തന്നെ ഇറങ്ങാൻ നിൽക്കണം. അപ്പം ഉമ്മാനോട് വർത്തമാനം പറഞ്ഞ വീഡിയോ കോളൊക്കെ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ ഞങ്ങൾക്ക് ഇറങ്ങാനായിട്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വർത്തമാനം പറഞ്ഞിരുന്നാൽ നമുക്ക് ഇറങ്ങുന്ന ഒരു ഓർമ്മയേ ഉണ്ടാവില്ല. അങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അങ്ങ് വിളിക്കുന്നുണ്ട് പോവല്ലേ കാരണം രാത്രി ആയില്ലേ അധികം വെക്കണ്ടല്ലോ എന്ന്. മക്കളാണെങ്കിൽ ഇവിടെ അപ്പൊക്കിന് കളിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഗെയിം കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതുമ്മൂന്ന് കിട്ടിയാൽ പിന്നെ ഓൾക്ക് വേറൊരു വൈബാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഓലവിടെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ തുത്തു ഇവിടെ എന്തുകൊണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു തരാൻ വേണ്ടി വിളിച്ചതാണ്. ജൊക്കെ കൂടുന്നു വീഡിയോ ഓഫാക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓഫാക്കിയതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി. അപ്പോൾ ഞാനുള്ള മാറ്റം നോക്കി ഏകദേശം ഞങ്ങൾ രണ്ടാളും ഒരേ വെയിറ്റൊക്കെ ആയിരുന്നു. 5 കിലോൻ്റെ ഒക്കെ വെയിറ്റ് മാറ്റം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഞങ്ങളൊരു 10-15 കിലോൻ്റെ 10-15 അല്ല ഇതൊരു അപ്പുറം വെയിറ്റിൻ്റെ മാറ്റമുണ്ട്. അതുകൊണ്ട് തന്നെ ഓളും ഞാൻ നല്ല മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല സുന്ദരിയായിക്കണം. എനിക്ക് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ അവളോട് പറഞ്ഞു നല്ല വലിയ സുന്ദരിയായിക്കണമെന്ന്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാണില്ലേ, നല്ല ജീൻസൊക്കെ ഇട്ടിട്ട് ഒരു ബോറും ഇല്ല കേട്ടോ. വയറൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ ടോട്ടോനി ലിയോനും കൂടി കണ്ട് ഓലോടും കൂടി യാത്ര പറഞ്ഞ് മക്കളോടൊക്കെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് സുജി അവിടെ ഇല്ലേന്ന്. സുജി വരാനാവുന്നേ ഉള്ളൂ സമയം കേട്ടോ. 8:30-9 ആവണുള്ളേ. മമ്മീനോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങളിതാ ഇറങ്ങിയിട്ടോ. ഇറങ്ങിയിട്ട് അങ്ങോട്ട് വണ്ടി പുറത്തേക്ക് പോകണ്ട്. മക്കളങ്ങോട്ട് ടാറ്റ പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങോട്ട് യാത്ര പറഞ്ഞങ്ങോട്ട് ഇറങ്ങണ്ടേ. അങ്ങനെ ഏതായാലും ഇതാ ഞങ്ങൾ ഇറങ്ങി. ഇനി നേരെ നീനൂട്ടിൻ്റെ ഹോസ്റ്റലിലേക്ക് ആട്ടോ പോകണം. അവിടുന്ന് ഒരു 10-15 മിനിറ്റ് യാത്ര ഉണ്ട്. നമ്മളെ പിന്നെ വീഡിയോ ഒക്കെ ആദ്യത്തെ വീഡിയോ ഒക്കെ കാണുന്നവർക്ക് ഞാൻ അധികം അങ്ങോട്ട് നീനുൻ്റെ ഹോസ്റ്റലിലേക്കൊന്നും അങ്ങനെ വന്നിട്ടില്ല. മോളിപ്പോൾ ഏകദേശം ഇവിടെ കോഴിക്കോട് TRAയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 1.5 വർഷം ആവാനായി. അതിപ്പോൾ ഞങ്ങളെ മാക്സിമം ഒരു 2-3-4 പ്രാവശ്യം വന്നിട്ടേ ഉള്ളൂ കേട്ടോ. എന്നാലും ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് അധികം ഓളെ കൊണ്ടാക്കാൻ പോകാൻ വരിക എന്നല്ലാതെ അധികം നേരം ഹോസ്റ്റലിലൊന്നും അങ്ങനെ പോയിട്ടില്ല. എന്തായാലും ഞങ്ങളവിടെ നിർത്തി. അവിടെ ഒരു ചെറിയൊരു റോഡാണ് കേട്ടോ ഹോസ്റ്റലിലേക്ക് പോകുന്നിടത്ത്. അപ്പോൾ അവിടെ വണ്ടി ഇനി തിരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലോ എന്ന് കരുതിയിട്ട് എന്താ പറയുക മെയിൻ റോട്ടിൽ വണ്ടി നിർത്തിയിട്ട് ഞാൻ ഇതും കൂടി ഇങ്ങനെ ഹോസ്റ്റലിലേക്ക് അങ്ങനെ നടന്ന് ഇങ്ങനെ പോവാണ്. അവിടെ സെക്യൂരിറ്റിയും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അധികം അങ്ങോട്ട് വീഡിയോ എടുത്തില്ല. ഇതാണ് കേട്ടോ ഉള്ള ഹോസ്റ്റല്. അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഓളവിടെ ഓളെ ഫ്രണ്ട്സിനായിട്ടൊക്കെ നാളത്തെ ഓണപ്പരിപാടിക്കുള്ള എന്തൊക്കെയോ പരിപാടികളൊക്കെ പാട്ട് പ്രാക്ടീസ് ചെയ്യലും ഡാൻസ് പ്രാക്ടീസിന് ഒരുപാട് കുട്ടികൾ ഡാൻസിനുണ്ട്. നീനുട്ടി പാട്ടിന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓൾ അതിൻ്റെ പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന പരിപാടികളൊക്കെ ആയിരുന്നു. ഉറങ്ങുന്നല്ലായിരുന്നു. അപ്പോൾ അവിടുന്ന് വിളിച്ചോണ്ടിയപ്പോൾ ഇപ്പച്ചി എവിടെ ചോദിച്ചു. ഇപ്പച്ചി പിന്നെ അവിടെ ഗേൾസിൻ്റെ ഹോസ്റ്റലൊക്കെ ആയതുകൊണ്ട് ഓളപ്പാക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വണ്ടീൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് തിരിച്ചു പോന്നു കേട്ടോ. എന്നാൽ പിന്നെ ഓക്ക് ഞാൻ പറഞ്ഞു ഫുഡ് വാങ്ങിയിട്ടുണ്ട്, പത്തിരിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതും കഴിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വന്ന് നേരെ കാറിൽ കയറി ഇരിക്കുകയാണ്. വന്ന പാടേനോട് കൊണ്ടുവന്ന മാലയും വളയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കണ്ടോ ഓരോന്നോരോന്നും ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ വർഷത്തെ മുല്ലപ്പൂവ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കണ്ടതാ പ്ലാസ്റ്റിക്കിൻ്റെ മുല്ലപ്പൂവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഓക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വച്ചോട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ എടുത്തതേന്. പക്ഷെ ഓള് പറഞ്ഞു അവിടെ എല്ലാവരും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ വലിയൊരു മുല്ലപ്പൂവ് ഓർഡർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഡൂപ്ലിയൊന്നും വേണ്ട വെച്ച് എനിക്ക് നല്ല ഒറിജിനൽ മുല്ലപ്പൂ മതി, അത് വെച്ചുകൊണ്ട് ഞാൻ ഈ ഓണത്തിന് പോണത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആവശ്യമുണ്ടെങ്കിൽ എടുത്തോണ്ട് അത് അവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ മാലയും കമ്മലയും പിന്നെ മുല്ലപ്പൂവൊക്കെ ഒരു കവറിൽ കെട്ടിയിട്ടുണ്ടാവും. ഇതാണ് ആ ഡ്രസ്സ് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ നേരം വണ്ടിയിൽ ഇങ്ങനെ ഇരുന്ന് കുറേ വർത്താനം പറഞ്ഞിരുന്നു. പോരാത്തതിന് ഓൾ ആ ഫുഡൊക്കെ കഴിച്ചു, വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ ഓളെ കൊണ്ടാക്കാൻ പോകണ്ട. ഇനി അധികം ലേറ്റ് ആയാൽ പിന്നെ ഹോസ്റ്റലിൽ നിന്ന് വാർഡന് ചീത്ത പറയും. ഒരു ലേറ്റ് ആവണ്ടല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ ഓളെ കൊണ്ടാക്കിയിട്ട് ഞാനും ഇതുമ്പോൾ മാത്രമായിട്ട് ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ പോരാ.
നടന്ന് പോരുന്നുണ്ട്. അവിടെ അടുത്തുള്ള കടകളൊക്കെ പൂട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് മെയിലാഞ്ചി വേണം, അതേപോലെ എന്തോ മുടിപ്പിനും അങ്ങനെ വേണം അതൊക്കെ അവിടെ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങുകയും ചെയ്തു കേട്ടോ. അങ്ങനെ ഓളെ കൊണ്ടാക്കി ഇതാ ഞങ്ങൾ തിരിച്ചു പോകണം, വീട്ടിലെത്തിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്നുണ്ടല്ലോ എനിക്കൊരു മോളൂനൊന്ന് വിളിച്ചു നോക്കട്ടെ, ഓളോട് പറയട്ടെ അങ്ങനെ വന്ന്. ഓളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കോഴിക്കോട് പോവാണ്, നീനുവിൻ്റെ അടുത്തേക്ക് പോവാണെന്നൊക്കെ ഞാൻ പോണതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏതായാലും ഇവിടെ എത്തിയിട്ട് ഞാൻ വിളിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ പോണതിൻ്റെ ഇടയ്ക്ക് വെറുതെ വീഡിയോ കോൾ ചെയ്തതാട്ടാ. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ഓൾ പറഞ്ഞു ഓളും ഇവിടെ കോഴിക്കോട് ഉണ്ട്, പിന്നെ ഹൈലൈറ്റ് മാളിലുണ്ട്. ഓലും ഓണത്തിനുള്ള ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ഐറൂനും മോളൂൻ്റെ ഹസ്ബൻഡിനും മോളൂൻ്റെ ഹസ്ബൻഡിൻ്റെ സ്ഥാപനത്തിൽ അവിടെ സ്കൂളുണ്ടല്ലോ, ഒരു സ്കൂളിൽ പിന്നെ ഓണപരിപാടി ഉണ്ട് കേട്ടോ വെള്ളിയാഴ്ച. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാട്ടാ. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ബേബി ഹോസ്പിറ്റലിൻ്റെ ആ ഒരു സൈഡിലായിട്ട് രണ്ടാളും കൂടി മീറ്റ് ചെയ്തു. ഞങ്ങൾ അവിടെ നിൽക്കോലും ഇങ്ങോട്ട് വരാറുണ്ട്, ഹൈലൈറ്റ് മാളിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം, നിങ്ങൾ ഇവിടെ നിൽക്കിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതാ വന്നതാണ് കേട്ടോ. അപ്പോൾ ഐറൂനെ കുറേ ആയി കണ്ടിട്ട്. ഇപ്പോൾ ഇപ്രാവശ്യം പോയിട്ട് അവളുടെ മോളും ഐറൂസൊക്കെ പോയിട്ട് കുറേ ആയി വീട്ടിലേക്ക് വന്നിട്ട്, അല്ലെങ്കിൽ ഇടയ്ക്ക് അരികൊടുക്കൊക്കെ വരുമ്പോൾ ഒക്കെ വരാറുണ്ട്. ഇപ്പോൾ കുറേ ആയിട്ടാണ്. അതിനാണെങ്കിൽ നമുക്ക് ഐറൂനാണെങ്കിൽ ഒരു 4 ദിവസം കഴിയുമ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തോ പോലെയാണ് കേട്ടോ. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും ഇങ്ങനെ പറഞ്ഞിരിക്കേ നമുക്ക് ഞൂല് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയി കാണാം. ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങോട്ട് വരുന്നത് കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. പോലെ കുറേ ആയി വരാത്തത് കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്നുള്ള പ്ലാനിൽ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് പിന്നെ ഇവിടുന്ന് കണ്ടത്. ഭയങ്കര സത്യം പറഞ്ഞാൽ സന്തോഷമായിട്ടെന്ന് എല്ലാവരും കണ്ട്. ഒന്നാമത് തുത്തൂനെ കണ്ടു, പിന്നെ നീനുട്ടിനെ കണ്ടു, മോളൂനെ കണ്ടു, ആയിറുട്ടനെ കണ്ടു. അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും കണ്ട് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. പ്രതീക്ഷിക്കാതെ ഒരു കൂടിക്കാഴ്ച ചെയ്യുന്നു കേട്ടോ. എല്ലാവരും ഒരു ദിവസം എല്ലാവരും കാണുമ്പോൾ പിന്നെ ഞാൻ ആദ്യം ഷോർട്സ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തോ ഭാഗ്യത്തിന് ലോങ് വീഡിയോ എടുത്തു. അപ്പോൾ എനിക്ക് തോന്നി നന്നായി ലോങ് വീഡിയോ എടുത്തത്. കാരണം ഇതൊക്കെ കുറേ കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമുക്കൊരു 4-5 കൊല്ലം കഴിഞ്ഞിട്ട് ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം കുറച്ചൊന്നും ആവില്ല. അന്നൊക്കെ നമ്മൾ ഒരു 5 വർഷം കഴിഞ്ഞ് നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾക്ക് ഏതൊക്കെ സിറ്റുവേഷനിലേക്കാരും ഏതൊക്കെ അവസ്ഥയിലായിരിക്കും ഒന്നും നമുക്ക് അറിയില്ലല്ലോ. അന്നൊക്കെ നമ്മൾ വീഡിയോന് താഴേക്ക് പോയി ഒന്ന് സെർച്ച് ചെയ്ത് കാണുമ്പോൾ നല്ല രസം. ഇപ്പം തന്നെ ഞാൻ ഒരു കൊല്ലം മുമ്പത്തെ വീഡിയോ ഒക്കെ കാണും കേട്ടോ. അതിലൊക്കെ ഐറൂൻ്റെ കുഞ്ഞു കുട്ടിയായിട്ടുള്ള വീഡിയോസൊക്കെ കാണും. അതേപോലെ ഷോർട്സിലൊക്കെ ഞാൻ ഇന്നെ കാണുമ്പോൾ ഇന്നെ കാണുമ്പോഴൊക്കെ അതും എനിക്ക് സങ്കടമുണ്ട്. ഇപ്പം ഞാൻ വീണ്ടും 2 മണിയായില്ലേ. അപ്പം നമ്മളിങ്ങനത്തെ ഈ ഒരു വ്ളോഗ് എടുത്ത് വെക്കുക എന്നുള്ളതിന് എനിക്ക് ഏറ്റവും ഗുണം ഇങ്ങനെ നമ്മുടെ കുറേ മുമ്പത്തെ വീഡിയോസും ഒക്കെ കാണുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾക്ക് തന്നെ ഒരുപാട് സന്തോഷം ഉണ്ടാകുന്ന കുറേ ഒരു കാര്യങ്ങളൊക്കെ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഞങ്ങൾ കുറേ ഒരു 10-15 മിനിറ്റോളം അവിടുന്ന് ഐറൂനെയൊക്കെ കണ്ട് അമ്മയൊക്കെ കൊടുത്തു. ഓണത്തിനുള്ള കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വണ്ടിയിലുണ്ട്, ഞാനതൊന്നും കണ്ടിട്ടൊന്നുമില്ല. വെള്ളിയാഴ്ചയാണ് അന്ന് വിളിച്ചുമ്പോൾ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഒന്നും എടുക്കാനുള്ള നേരമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ ഓള് കൊണ്ടോട്ടിക്കും പോയി. ഞങ്ങളിത് അരീക്കോടുക്കും വന്നു. അങ്ങനെ വീണ്ടും നമ്മുടെ വീട്ടിലേക്കാണ് അടങ്ങിങ്ങനെ വരുന്നത്. എന്തായാലും ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. ഒരു വൈകുന്നേരം 5 മണി മുതലാണെങ്കിലും അത്യാവശ്യം നല്ലൊരു ദിവസമായിരുന്നു, നല്ലൊരു ഈവനിങ് ആയിരുന്നു. എങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ 12 മണിയായിട്ടോ. ഇനിയിപ്പോൾ ചെല്ലണമൊന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. ബിരിയാണി മോള് ബിരിയാണിയും എന്താ പറയുക ജ്യൂസൊക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അടുത്തി അതൊക്കെ ഒന്ന് കഴിക്കുക, കുളിക്കുക, കിടക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ സന്തോഷമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ.